ഇതില് മണി ചെയിൻ കമ്പനികൾ വരാതിരിക്കാനും ചെയ്യാണ്ടിരിക്കാനുള്ള ആ ഒരു കാര്യങ്ങൾ കൂടുതൽ ആയിട്ട് എന്താണെന്ന് കണ്ടെത്തുകയും അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇതിൽ വരുന്ന വ്യക്തികൾക്ക് എന്തൊക്കെ പ്രൊട്ടക്ഷൻ ആണ് കൊടുക്കേണ്ടത് എന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ എന്തുവാ ചെയ്തു എന്ന് വെച്ചാല് പഠിക്കാനായിട്ട് ശ്രമിച്ചു എന്നുള്ളതാണ്. കാരണം അത്രയും രാജ്യത്തിന്റെ പുരോഗതിക്ക് തന്നെ ഈ ഒരു മേഖല കൈവരിക്കാൻ കഴിയും എന്നുള്ള ഒരു പൂർണ്ണ ബോധ്യം ആർക്കുണ്ടായിരുന്നു? ഗവൺമെന്റിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ ഈ ഒരു മണി ചെയിൻ എന്നുള്ള ആ ഒരു സമയത്തിലേക്ക് ഒരുപാട് വ്യക്തികൾക്ക് ആയിരങ്ങളും പതിനായിരങ്ങളും ലക്ഷങ്ങളും എന്ത് ചെയ്യണം പോയിട്ടുള്ള. കാരണം സാധാരണക്കാരാണ് ഈ ഒരു പൈസ അല്ലെ ഇട്ടിട്ട് പൈസ പെരുപ്പിക്കുന്നത്. കാരണം ഇപ്പൊ ഞാന് ഇതിൻ്റെതായുള്ള ഒരു കമ്പനി തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എത്രയായിരിക്കാം? ഒരു 100 രൂപ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്കിൽ എനിക്ക് തരുന്ന ഒരു വരുമാനം അവർ തിരിച്ചു തരുന്നത് എന്തായിരിക്കാം? 200 രൂപയായിരിക്കാം. അതായത് ആരാണോ ഇതിൽ കൊണ്ടുവരുന്നത് ആ ഒരു വ്യക്തിക്കും അതിന്റെ മുകളിലുള്ള വ്യക്തികൾക്കും ചെറിയ നിലയിൽ കമ്മീഷൻ കൊടുത്തുകൊണ്ട് ഉള്ള ഒരു സാഹചര്യമാണ് കടന്നു പോയിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ആ ഒരു 200 എന്നുള്ളത് ഞാൻ പിന്നെ എന്ത് ചെയ്യണേ? 100ന്റെ പകരം 100 കിട്ടിയപ്പോ അല്ല എന്റെ കയ്യിൽ കിട്ടിയപ്പോ അത് എന്തായി? ആ ഒരു 200ന്റെ കൂടെ ഞാൻ പിന്നെയും എന്തെങ്കിലുമൊക്കെ പൈസ ആഡ് ചെയ്ത് ചിലപ്പോ 1000 ആയിരിക്കും ഇടുക. അപ്പൊ ഈ 1000 ഇടുന്ന സമയത്ത് എനിക്ക് തരുന്ന ഒരു പൈസ പറയുമ്പോ 2000 രൂപയായിരിക്കാം തരുന്നുണ്ടാവുക. ആ 2000 എനിക്ക് വിശ്വാസം വന്നപ്പോ ഞാൻ എന്ത് ചെയ്യണത്? 10,000 ഉള്ളത് 20,000 ആക്കണം. അങ്ങനെ എന്ത് ചെയ്യണം? നമുക്ക് മനുഷ്യനില്ലേ പണത്തിനോടുള്ള ഒരു എന്താ പറയാ ആർത്തി എന്നല്ല നമുക്ക്, പക്ഷെ പണം നമുക്ക് ജീവിത നിലവാരം മെച്ചപ്പെടുത്തണം എന്നുള്ള രീതിയില് ഒരു പണിയും കാര്യങ്ങളോ ഒന്നും ചെയ്യാണ്ട് പൈസ എന്നുള്ള ഒരു കാര്യത്തിനെ മാത്രം ആക്കിയെടുക്കുമ്പോൾ അങ്ങനെ ലക്ഷ്യങ്ങള് പലവരിൽ നിന്നും വരുന്ന ഒരു സമയത്ത് ആ കമ്പനികൾ എന്ത് ചെയ്യണം? ജോയിൻ ചെയ്യിപ്പിച്ച വ്യക്തികളോ കാര്യങ്ങളോ ഇല്ലാണ്ട് ഓരോരുത്തരുടെ പൈസ പോകണം. അപ്പൊ ഇതിന് ഓരോരുത്തരും ഓരോ ഭാഗങ്ങളിൽ നിന്ന് അത്രയും ഇതായത് കൊണ്ടാണ് ഈ മണി ചെയിൻ അല്ലേ എന്നുള്ള ചോദ്യം വരുന്നത്. അപ്പൊ ആര് ചോദിക്കുകയാണെങ്കിൽ മണി ചെയിൻ എന്താണ് എന്നുള്ളത് പറഞ്ഞു കൊടുക്കുക. സാധനങ്ങളോ സേവനങ്ങളോ ഒന്നും ഇല്ലാണ്ട് ഗവൺമെന്റ് സപ്പോർട്ട് ഇല്ലാണ്ട് മനുഷ്യരെ മാത്രം കൂട്ടി യോജിപ്പിച്ച് ഈ ഡയറക്ട് സെല്ലിങ്ങിന് നിയമങ്ങൾ വരുന്നതിന് മുന്നുള്ള സമയങ്ങളിൽ കടന്നു പോയിട്ടുള്ള ഒരു കാര്യമാണ് ഈ മണി ചെയിൻ എന്നുള്ളത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കാൻ അറിയാത്തവര് അതേപോലെ തന്നെ മറ്റുള്ള ഒരു വ്യക്തികൾക്ക് എന്ത് ചെയ്യാം? പറഞ്ഞു കൊടുക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ 2016 നമുക്ക് ഇതിനൊക്കെ അനുയോജ്യമായിട്ടുള്ള ഒരു മാർഗനിർദ്ദേശങ്ങൾ എന്ത് ചെയ്യുന്നത്? കേന്ദ്ര ഗവൺമെന്റ് ഇറക്കപ്പെടുന്നത്. അത് ചെയ്യുന്ന കമ്പനികൾ എങ്ങനെയായിരിക്കണം, എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, പേര് ഉള്ളത്, ബ്രാൻഡ് നെയിം, അല്ലെങ്കിൽ എന്തൊക്കെ ഓരോ സാധനങ്ങളും എത്ര നിലവാരമുള്ളതായിരിക്കണം എന്നുള്ള തരത്തില് 2016 എന്ത് ചെയ്യുന്നത്? കേന്ദ്ര ഗവൺമെന്റ് വ്യക്തമായിട്ടുള്ള ഒരു മാർഗനിർദ്ദേശം ഇറക്കപ്പെട്ടിരിക്കുന്നത്. അതിനുശേഷമാണ് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡയറക്ട് സെല്ലിംഗ് ബിസിനസ് നമ്മുടെ ഇന്ത്യയിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ 2016 ഒരുപാട് വ്യക്തികൾ ഈ ഒരു മേഖല ഏറ്റെടുക്കാനും അതേപോലെ സ്റ്റാർട്ട് ചെയ്ത ഒരു സമയത്ത് 2021 നമുക്ക് ഇതിന് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ നിയമങ്ങൾ കൊണ്ടുവന്നത്. കാരണം ഇതിന് ഭാഗമായി നിൽക്കുന്ന വ്യക്തികളുടെ സാധനങ്ങൾ ആ ഒരു കമ്പനിന്റെ സാധനങ്ങളോ കാര്യങ്ങളൊക്കെ ആയിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് പരാതികളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയിക്കാൻ ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ളതാണ് 2021 ഒരുപാട് നിയമങ്ങൾ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം കൊണ്ടുവന്നു എന്നുള്ളതാണ്. ഇതൊരു നമ്മൾ ഈ കോവിഡ് കാലഘട്ടത്തിലാണ് ഇതിന്റെ ഒരു സമയം എന്നുണ്ടെങ്കിലും ഒരു 9.94% വളർച്ച രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു കാലഘട്ടം കൂടി ഈ ഒരു സമയത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഈ 2015 ഫെബ്രുവരി 19 തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ വെച്ചിട്ട് ഡയറക്ട് സെല്ലിങ്ങിന്റെ കേരള സർക്കാർ നിരീക്ഷണ സംവിധാനം കൊണ്ടുവന്നത്. അതായത് ഈ ഒരു മേഖലയെ നിയന്ത്രിക്കുന്നതിനും സുതാര്യമാക്കുന്നതിനും. കാരണം ഇതിൽ ഏത് കമ്പനികളാണ് ഉള്ളത് എന്നൊക്കെ ഈ ഒരു സൈറ്റിൽ തന്നെ പോയി കഴിഞ്ഞാൽ ഏതൊരു വ്യക്തിക്കും എന്ത് ചെയ്യാൻ പറ്റണം? കാണാനും അറിയാനും പറ്റുന്ന ആ ഒരു രീതിയിലും അതേപോലെ തന്നെ ഒരു പ്രത്യേക മോണിറ്ററിംഗ് മെക്കാനിസം ഈ ഒരു ഇതിനെ കുറിച്ച് പഠിക്കാനും അല്ലെങ്കിൽ കംപ്ലൈന്റുകൾ രേഖപ്പെടുത്താനും ആ ഒരു തരത്തിൽ ഒരു
ക്ലിയറിംഗ് മെക്കാനിസം കൊണ്ടുവന്നിട്ടുള്ള ഈ ഇന്ത്യയിലത്തെ തന്നെ ആദ്യത്തെ സംസ്ഥാനം എന്ന് പറയുന്നത് കേരളമാണ്. അപ്പൊ പിണറായി സർക്കാരിന്റെ ഒരു അധ്യക്ഷതയിൽ തന്നെ തിരുവനന്തപുരത്ത് വെച്ചിട്ട് ഇതിന്റെ ഒരു ഉദ്ഘാടന കർമ്മം അതായത് മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയനും അതേപോലെ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിയായിട്ടുള്ള GR അനിൽ സാറും അധ്യക്ഷതയിലാണ് ഇതിന്റെ ഒരു വെബ് പോർട്ടല് എന്ത് ചെയ്യുന്നത് കമ്പനികൾ രജിസ്റ്റർ ചെയ്തിട്ടതും അതേപോലെ നിബന്ധനകള് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങള് കൂട്ടിയോജിപ്പിച്ചിട്ടാണ് ഈ ഒരു മേഖല കടന്ന് പോകുന്നത്. ഇപ്പൊ 2016 നമുക്ക് നിയമം വന്നു എന്നുണ്ടെങ്കിൽ അതിന്റെ മുന്നേ ദുബായിലാണ് നമ്മൾ ഫിജി കാർഡ് എന്നുള്ള ഈ ഒരു സാധ്യമായിട്ടുള്ള ഒരു അവസരം തുടങ്ങുകയും ഇവിടെ വ്യക്തമായിട്ട് ഒരു നിയമം വന്നതിന് ശേഷമാണ് 2018 എന്ത് ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു മേഖല ഇന്ത്യയിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. അപ്പോൾ 2018 ജൂലൈ 8 തൃശ്ശൂർ അറ്റ്ലസ് കൺവെൻഷൻ സെന്ററിൽ വെച്ചിട്ടുള്ള ഉദ്ഘാടനത്തിന്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ എവിടെ കണ്ടിട്ടുണ്ട്, നമ്മൾ പ്ലാനുകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇത്രയും മികവിലാണ് എന്ത് വരുന്നത് ഡയറക്ട് സെല്ലിംഗ് മേഖലയില് ഫിജി കാർഡ് വരുന്ന എന്നുള്ളത്. ഒരു മിനിറ്റ് ഇനി. ഓക്കെ. അപ്പോ ഈ ഒരു അതായത് മനുഷ്യന്റെ ജീവിക്കാൻ തുടങ്ങിയ ഒരു കാലഘട്ടത്തിൽ നിന്ന് ഡയറക്ട് സെല്ലിംഗ് മേഖലയിൽ ഇത്രത്തോളം മാറ്റങ്ങൾ വന്നുകൊണ്ടാണ് ഈ ഒരു മേഖല വന്നിട്ടുള്ളത്. അതല്ലാണ്ട് പ്രത്യേകിച്ച് ആർക്കെങ്കിലും നമുക്ക് തോന്നിയിട്ടുള്ള ഒരു ബുദ്ധിയിൽ തുടങ്ങിയ മേഖലയല്ല എന്താണ് ഡയറക്ട് സെല്ലിംഗ് എന്നുള്ളത്. അപ്പൊ നമുക്ക് ഇത്രയും ഒരു സ്കോപ്പ് ആണല്ലേ. കാരണം ഇവിടെ ജോയിൻ ചെയ്തിട്ട് വരുന്ന ഒരു വ്യക്തി ഒരിക്കലും എന്താണ് ഈ ഒരു മേഖല ഇത്രത്തോളം വലുതാണെന്നോ അല്ലെങ്കിൽ ഇത്രത്തോളം സാധ്യത ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഈ ഒരു എത്രയോ വർഷങ്ങൾ അതായത് 100 വർഷങ്ങൾക്ക് ഇപ്പുറമാണ് ഈ ഒരു മേഖല കണ്ടുപിടിച്ചതെങ്കിൽ നമ്മളുടെ ഇന്ത്യയിലേക്കും ഒക്കെ വരുന്നത് എന്ന് പറയാ. അപ്പൊ ഈ ഒരു 92 കാലഘട്ടത്തിലാണെന്നുണ്ടെങ്കിൽ 30 വർഷത്തിന്റെ ഒക്കെ ശേഷമായിരിക്കും ഇപ്പൊ നമ്മളുടെ കയ്യിൽ എന്ത് ചെയ്യുന്നത് ഈ ഒരു ഇത് കിട്ടിയിട്ടുള്ളത്. അപ്പോ നമ്മൾ ചിന്തിച്ചു നോക്കുക, ഇപ്പോ ഒരു ഇൻഷുറൻസ് കമ്പനികള്, ദേശീയപാത അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ഫോൺ വന്ന സമയത്ത് എല്ലാം എതിർത്ത വ്യക്തിത്വങ്ങളാണല്ലെങ്കിൽ അല്ലെങ്കിൽ ഇതൊക്കെ ഏറ്റെടുത്തിട്ടുള്ള ജനങ്ങൾ ആരെങ്കിലും ഉണ്ടോ അല്ലെ. കാരണം ഒരു ATM കാർഡ് വന്ന സമയത്ത് അതേപോലെ ഗൂഗിൾ പേ, ഫോൺ പേ വന്നു, അല്ലെങ്കിൽ കൊമേഴ്സ് മേഖല വന്നു. അപ്പൊ ഇനിയിപ്പോ കൊമേഴ്സ് മേഖല എന്ന് പറഞ്ഞ സമയത്തും നമുക്കൊക്കെ അറിയുന്ന ആമസോൺ ആണ് അന്നൊരു പുസ്തകത്തിന്റെ ഒരു എന്താണ് ഈ ഒരു മേഖല തുടങ്ങുകയും വളരെ ബുദ്ധിമുട്ടിയിട്ട് ഒരു ഓർഡർ കിട്ടിയ സമയത്ത് ആ ബുക്ക് മേടിച്ചുകൊണ്ട് എന്താണ് അയച്ചു കൊടുത്തുകൊണ്ടാണ് ആമസോൺ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ പണ്ടൊക്കെ നമ്മൾ പറയാറുണ്ടല്ലേ ATM കാർഡ് വന്നപ്പോ അത് പൈസ പോവാനുള്ള ഒരു കാര്യമാണ്, അതെല്ലാവർക്കും പറ്റില്ല. ഗൂഗിൾ പേ വന്നു, ഫോൺ പേ ഒക്കെ വന്ന സമയത്ത് എല്ലാവരും അതിനെ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിട്ടില്ല അല്ലെ. പക്ഷെ ഇന്നോ നമ്മൾ എന്തൊക്കെയാണോ എതിർത്തിട്ടുള്ളത് അല്ലെ. ഈ ഒരു കൊമേഴ്സ് മേഖല എന്ന് പറഞ്ഞ സമയത്ത് തന്നെ നമുക്കറിയാം നമ്മളുടെ ഓർമ്മകളിലെ അപ്പൊ ഞാനൊക്കെ ആണെങ്കിലും ഈ കാര്യം 3 പേര് ഗൾഫിൽ ഉണ്ടാവുന്ന സമയത്ത് ഓരോ ദിവസമാണ് ആഴ്ചയിൽ വിളിക്കാന്നുണ്ടെങ്കിൽ ഒരുപാട് ദൂരെ ആയിരിക്കും എന്തുണ്ടാവുക ഫോൺ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂർ കണക്കിന് കാത്തു നിന്ന സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം അപ്പോഴൊന്നും ചിലവരുടെ കയ്യിൽ മാത്രമാണ് മൊബൈൽ ഫോൺ എന്നുണ്ടെങ്കിൽ ഇന്ന് കുട്ടികൾക്ക് വരെ നമ്മൾ മൊബൈൽ ഫോണ് മേടിച്ചു കൊടുക്കേണ്ട കാലഘട്ടത്തിലേക്ക് എന്ത് ചെയ്യണം മാറ്റം വരികയാണ്. അതേപോലെ തന്നെ കറണ്ട് ബില്ല് അടയ്ക്കേണ്ട ഡേറ്റ് ആയില്ലേ, നീ പോണ്ടോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒക്കെ പോണ്ടോ എന്ന് അന്വേഷിച്ച് ബില്ല് അല്ലെ. ആ ഒരു ബില്ലൊക്കെ ഇപ്പൊ ആർക്കെങ്കിലും എവിടെയെങ്കിലും ഉണ്ടോ അല്ലെ. എത്ര രൂപ അടച്ചതിന്റെ ഫൈൻ അടച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെയൊക്കെ ആയിട്ട് ബില്ല് ഉണ്ടായിരുന്നു. വെള്ളത്തിന്റെ ബില്ല് ഇതൊക്കെ അടയ്ക്കാൻ പോലും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യത്തിൽ നിന്ന് ഇന്ന് നമ്മളുടെ കയ്യിൽ നിന്ന് പൈസകൾ ഉണ്ടെങ്കിൽ ഇനി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോ ATM കൗണ്ടർ പോലും ഇനി ഉണ്ടാവില്ല എന്നുള്ളതാണല്ലേ. കാരണം ലാൻഡ് ഫോണിന്റെ ഇത് മാറി, കോയിൻ ബൂത്തുകൾ മാറി, ഇപ്പൊ ഈ ഫോണിലേക്ക് മാറിയെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോ ഐഫോണുകളിലേക്കും അതേപോലെ തന്നെ എന്ത് ചെയ്യണം ഇനി പണം പോലും നമ്മുടെ കയ്യിൽ ഇല്ലാണ്ട് മുഴുവൻ ട്രാൻസാക്ഷൻ. കാരണം ഒരു പെട്ടിക്കടയില് ഒന്നും അറിയാത്ത വ്യക്തി അടക്കപ്പോ എന്ത് ചെയ്യണം ഒരു സ്കാനർ വെക്കലോ അല്ലെങ്കിൽ ഒരു ഗൂഗിൾ പേ ഉണ്ടാവേണ്ട ഒരു സാഹചര്യത്തിൽ ഇവിടെ
അപ്പൊ നമ്മള് ഇന്ന് ജീവിക്കുന്ന ഒരു ഡിജിറ്റൽ യുഗത്തിലാണ്. അതേപോലെ തന്നെ ഒരു വലിയൊരു സാധ്യതയാണ് നമ്മൾക്ക് മുന്നിലുള്ളത്. അപ്പൊ ഇത്രയും നമുക്ക് നിയമങ്ങളും കാര്യങ്ങളുള്ള ഒരു മേഖലയിലൂടെ നമ്മൾ കടന്നു പോകുന്ന ല്ലേ ഈ ഒരു ഫിജി കാർഡ് എന്നുള്ള ഒരു അവസരത്തെ കുറിച്ച് പറയാൻ എന്ത് ചെയ്യാ, നമുക്ക് അഭിമാനിക്കാന്നുള്ളതാണ്. അപ്പൊ പല കമ്പനികളും വിദേശ കമ്പനികളിൽ നിന്ന് വന്നവരാണെങ്കിലും ആരാണ് എന്താ ചെയ്യുന്നത് എവിടെ നിന്നാണെന്ന് അറിയാതിരിക്കുന്ന സമയത്ത് ഇന്ന് ലോകമെമ്പാടും അറിയുന്ന ഒരു ബിസിനസ് സെലിബ്രിറ്റി ആണ് അല്ലെ ബോച്ചെ എന്ന് പറയുമ്പോ അല്ലെ. ആളെ കുറിച്ച് അറിയാത്തവര് ചുരുക്കം വരണം. കാരണം സോഷ്യൽ മീഡിയ ആണെന്നുണ്ടെങ്കിലും ചാരിറ്റി കൊണ്ടൊക്കെ ആണെങ്കിലും മറ്റുള്ള ബിസിനസ് ചെയ്യുന്ന വ്യക്തികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു മനുഷ്യൻ അല്ലേ. കാരണം ആൾക്ക് എന്ത് ചെയ്യായിരുന്നു, ഇപ്പൊ ലുലു മാള് പോലെയൊക്കെ പല മാളുകളും പല രാജ്യങ്ങളിലോ അല്ലെങ്കിൽ പല സ്ഥലത്തോ ജില്ലകളിലൊക്കെ തുടങ്ങിയിട്ട് ഈ ഒരു സാധനങ്ങളൊക്കെ അവിടെ വിൽക്കണമെന്നുണ്ടെങ്കിൽ സാധ്യമാവൂലേ. പക്ഷെ അവിടെ പോണവർക്ക് മാത്രമാണ് ഈ ഒരു അവസരം കിട്ടണോ എന്നുണ്ടെങ്കിൽ ഈ ഒരു മേഖലയെ അല്ലാണ്ട് ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരേണ്ട കാര്യം ബോച്ചയ്ക്ക് ഉണ്ടോ ചോദിക്കുമ്പോ ഒരുപാട് തരം ബിസിനസ്സുകൾ ഉണ്ട്. അപ്പൊ അതൊന്നും ചെയ്യാണ്ട് നമ്മളെ പോലെ ഇപ്പൊ ആള് പറഞ്ഞൊരു കാര്യം എന്താന്ന് പറയുമ്പോ, ഞാൻ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ലക്ഷക്കണക്കിന് ആൾക്കാര് എന്റെ ഒരു എന്താ പറയാ ഉപജീവനം കൊടുത്ത ഒരു കാരണം കൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ ചെയ്യുന്ന എനിക്ക് കിട്ടുന്ന ഒരു വലിയൊരു അംഗീകാരം എന്നാണ് അദ്ദേഹം കാണുന്നത്. അപ്പൊ ആ ഒരു അവസരമായിട്ട് കാണുക. അപ്പൊ ഈ ഒരു മേഖലയിൽ നമ്മൾ ആളെ ചേർത്തണം എന്നുള്ളത് പറയണേക്കാളും ആർക്കാണ് ഈ ഒരു അവസരം കൊടുക്കേണ്ടതെന്നും ഈ ഒരു മേഖല എന്താണെന്നും ചെറുതൊക്കെ ആയിട്ട് നമ്മൾ ചെറുതായിട്ടെങ്കിലും എന്ത് ചെയ്യാ, അതായത് മണി ചെയിൻ പറയുന്ന സമയത്ത് എന്താണ് മണി ചെയിൻ എന്ന് ചോദിക്കാനും അല്ലെങ്കിൽ അത് എന്താണെന്ന് പറഞ്ഞു കൊടുക്കാനും ഈ മേഖല എന്തായിരുന്നു എന്ന് പറഞ്ഞു കൊടുക്കാനും ഇപ്പൊ എന്താണ് ഇനി എന്താവും എന്നൊക്കെ പറഞ്ഞു കൊടുക്കാനൊക്കെ എന്ത് ചെയ്യണം, നമ്മള് കുറച്ചെങ്കിലും അതിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഉള്ളവരായിട്ട് മാറാന്നുള്ള. അപ്പൊ നമുക്ക് അതൊക്കെ നമ്മളൊന്ന് ഉപയോഗിക്കുന്ന ഒരു ഫോൺ കൊണ്ട് തന്നെ എന്താവും സാധ്യമാവും എന്നുള്ളതാണ്. അപ്പൊ സുമതി മാം പറഞ്ഞു ഇന്ന് രാവിലെയാണ് ഈ ഒരു പോസ്റ്റർ കണ്ടത് എന്നുള്ളത്. ഞാനും വളരെ വൈകിയാണ് ലിസ്റ്റ് പ്രകാരം നോക്കുന്ന സമയത്ത് എല്ലാം എന്ന് വിചാരിച്ചു. പക്ഷെ ഈ ഒരു ഫസ്റ്റ് നമ്മൾ എന്ത് ടോപ്പിക് വൈസ് എടുക്കും എന്ന് പറഞ്ഞ സമയത്ത് തോന്നിയത് ഈ ഒരു മേഖല എന്താണ് എന്നുള്ളത് ഒരാൾക്കെങ്കിലും കുറച്ചൊരു വ്യക്തത കിട്ടും. മൂന്നിനൊക്കെയാണ് ഈ സ്ലൈഡ് പ്രിപ്പറേഷനിലേക്ക് കടന്നത് എന്നുള്ള കാരണം നമ്മള് ആദ്യം അറിയണം എന്നുള്ളത് എനിക്ക് തോന്നിയത് കൊണ്ട് തന്നെയാണ്. അപ്പൊ ഇത്രയും നല്ലൊരു മേഖലയിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, എത്തിപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇനി വരുന്ന ഒരു കാലഘട്ടം എന്ന് പറഞ്ഞ സമയത്ത് ഗവൺമെന്റിന് അറിയാം നമ്മൾ പഠിത്തത്തില് കുറവുള്ള ആൾക്കാരല്ല. അപ്പൊ ഇന്ന് ലോക ജനസംഖ്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ളത് എവിടെ ചോദിക്കുമ്പോൾ ഇന്ത്യയിലാണ്. അതേപോലെ തന്നെ സാക്ഷരതയിലും മുൻപന്തിയിലാണ്. ഇവിടെ തൊഴില് അതായത് പഠനത്തില് മികവായിട്ട് ഉള്ളൊരു അവസരം ഉണ്ട് എന്നുണ്ടെങ്കിലും തൊഴില് പിന്നോക്ക അവസ്ഥയിലാണ്. കാരണം ഇന്ന് പല ബിരുദങ്ങളും പഠിച്ചവരെന്താണ് സ്വന്തമായിട്ട് വീടുകളിൽ ഇരുന്നു കൊണ്ടോ അല്ലെങ്കിൽ റോഡിൽ ഇറങ്ങിക്കൊണ്ടോ തന്നെ സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങേണ്ട സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. കാരണം ഗവൺമെന്റിനാണെങ്കിലും ഇത്ര പേർക്ക് ജോലി കൊടുക്കാനും അതല്ലെങ്കിൽ ഇവിടെ നമുക്ക് ഒരു സാലറി ബേസ് ആവുമ്പോ എത്രയാണോ വരുമാനം കിട്ടുന്നത് ആ ഒരു വരുമാനത്തിൽ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ എന്ത് ചെയ്യേണ്ടി വരും, ജീവിക്കേണ്ടി വരും. അപ്പൊ ആ ഒരു ഇത് ജീവിക്കണം. അല്ലെങ്കിൽ നമ്മളുടെ ആവശ്യം ഇപ്പൊ ഏതെങ്കിലും ഒരു കമ്പനിയാണ് അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഷോപ്പ് ആണെങ്കിൽ ജോലിക്ക് പോകുമ്പോ ആരെങ്കിലും ചോദിക്കാറുണ്ടോ, കാരണം നിങ്ങൾക്കുള്ള വരുമാനം എത്രയാണ് ഒരു മാസം ആവശ്യം വരിക, ആ ഒരു പ്രകാരം പണം അങ്ങോട്ട് തരാന്ന് ഒരിക്കലും പറയില്ല അല്ലെ. കാരണം അവിടുന്ന് എന്താണോ നമുക്കൊരു മാസത്തിലാണോ ദിവസത്തിലാണോ ആഴ്ചയിൽ കിട്ടുന്നതെങ്കിൽ അത് നമ്മൾ കയ്യിൽ പിടിച്ചുകൊണ്ട് വേണം നമുക്ക് എന്ത് ചെയ്യണം, ആ ഒരു കാര്യങ്ങൾ എത്ര പേരാണോ ഉള്ളത്. അപ്പൊ അതിനൊരു കൂടുതൽ കല്യാണോ അല്ലെങ്കിൽ വേറെ ഫംഗ്ഷനുകളോ അസുഖങ്ങളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആശുപത്രി കേസുകളൊക്കെ വന്നു പോകുമ്പോൾ എന്ത് ചെയ്യണം, പെട്ടുപോവാണ്. അപ്പൊ ആ ഒരു കാലഘട്ടത്തിലേക്ക് കടന്നു പോകുമ്പോ ഇവിടെ പൈസ ആവശ്യം ഇല്ലാത്തവരായിട്ട് ആരുമില്ല. പക്ഷെ ഈ ഒരു മേഖലയെ പറയുന്ന സമയത്ത് ആരുടെയെങ്കിലൊക്കെ പരിചയത്തിൽ ചിലപ്പോ ആയിരങ്ങളോ പതിനായിരങ്ങളോ പോയിട്ടുള്ള മണി ചെയിന് മാത്രമായിരിക്കും എന്ത് ചെയ്യുക ആൾക്കാർ മുൻനിർത്തുക. അതല്ലാണ്ട് ഈ ഒരു മേഖലയെ കുറിച്ചിട്ട് പഠിക്കാനോ അല്ലെങ്കിൽ ഇതെന്താണെന്നോ അറിയാൻ ഇപ്പൊ നമുക്ക് ന്യൂസ് പേപ്പറിൽ വന്നിട്ടുണ്ടാവായിരിക്കും. അതേപോലെ തന്നെ എന്താണ് ഇതില് വരുമാനം ഉണ്ടാക്കിയവരുണ്ടെന്നുണ്ടെങ്കിലും ഈ ഒരു മേഖലയിൽ വന്നിട്ട് വിജയിച്ചവര്
ചുരുക്കമാണ്. ഈ മേഖലയിൽ കടന്നു വന്നവർ ഒരുപാട് പേരാണെങ്കിലും ഇവിടെ നിൽക്കാനും വിജയിക്കാനും അത്രത്തോളം ഒരു 100 പേരുണ്ടെങ്കിൽ ചിലപ്പോൾ 90 പേരും അല്ലെങ്കിൽ 90-ൽ കൂടുതൽ പേര് എന്താണ് ഈ ഒരു അവസരത്തിൽ സാധ്യമാവില്ല എന്ന് പറഞ്ഞിട്ട് പോവാനേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇവിടെ നിലനിന്ന് പോവുകയും ഈ വിജയിക്കുന്ന ആൾക്കാര് കുറവാണ്. പക്ഷെ ഇനി ഗവൺമെന്റ് തന്നെ, കാരണം ഇത്രയും പേർക്ക് ഒരു PSC എഴുതണമെങ്കിൽ അറിയാം എത്ര പേര് എഴുതണമെങ്കിൽ എത്ര പേർക്ക് കിട്ടുള്ളൂ എന്നുള്ളത്. അപ്പൊ സെമിനാറുകളും കാര്യങ്ങളൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് തന്നെ 2030 എന്നുള്ള ഒരു കാലഘട്ടം ആവുന്ന സമയത്ത് വലിയൊരു മാറ്റാണ്. അത് നമുക്ക് അറിഞ്ഞാൽ മതി. നമ്മൾ എന്തൊക്കെ റിജക്ട് ചെയ്തോ, നമ്മൾ എന്തൊക്കെ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടോ, അതിനൊക്കെ നമ്മൾ ഭാഗമാവുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് എന്താണ് ആവലാണ്. ഇപ്പൊ നമുക്കറിയാം മക്കൾക്ക് ഫോണ് കൊടുക്കുന്നത് ശരിയല്ല, അല്ലെങ്കിൽ അവരുടെ ആരോഗ്യത്തിന് കുഴപ്പമാണ്, അല്ലെങ്കിൽ അവർ തെറ്റായ വഴിക്ക് പോവാൻ കാരണമാണ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് തന്നെ കൊടുക്കേണ്ടി വരും. കാരണം എന്താണ്, പഠനത്തിനോടും പുസ്തകത്തോട് മാത്രമല്ലാണ്ട് കണ്ടെത്താനും അതിനെക്കുറിച്ച് അറിയാനൊക്കെ പഠനം പറയുമ്പോൾ നമുക്ക് അങ്ങനെയാണ്. അപ്പൊ എല്ലാ കാര്യങ്ങളിലും നമ്മൾ എന്ത് ചെയ്യുമ്പോൾ ഇന്റർനെറ്റ് വന്ന സമയത്ത് ഒരുപാട് പേര് ജോലി പോകുമെന്ന് പറഞ്ഞു അല്ലെ. പക്ഷെ ആ ഒരു ഇതാണ് നമുക്കിന്ന് ഈസി ആയിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യാനാണെന്നുണ്ടെങ്കിലും ഒരു ഷോപ്പിലോ അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് സ്ഥാപനങ്ങളിലൊക്കെ പോകുമ്പോൾ പറ്റുന്നത്. അപ്പൊ എന്തൊക്കെയാണോ ജനങ്ങൾ നിരസിച്ചത് അതിനെ ഏറ്റെടുക്കലും അത് പ്രിയമാവലും മറ്റുള്ളവയെ ഉപേക്ഷിക്കേണ്ട സമയങ്ങളിലൂടെ അല്ലെങ്കിൽ സാഹചര്യങ്ങളിലൂടെയാണ് ജനങ്ങൾ കടന്നു പോകുമ്പോൾ ഈ ഒരു മേഖല എന്ന് പറഞ്ഞ സമയത്ത് ഇതേപോലെ സെമിനാറുകൾ പഞ്ചായത്ത് തലങ്ങളിലാണെങ്കിലും കുടുംബശ്രീ തലങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിലും വലിയൊരു മാറ്റം കൊണ്ടുവരണം എന്നാണ് ഞാൻ പറഞ്ഞല്ല കേട്ടോ, അത് ഗവൺമെന്റ് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് എന്തായാലും ഒന്ന് കേറി നോക്കാന്നുള്ള ലെവലിലാവും. ആ നോക്കുന്ന സമയത്ത് പലവരും അന്വേഷിക്കുന്ന സമയത്ത് ഇവിടെ ബോച്ചേന്റെ എന്ന് പറഞ്ഞ സമയത്ത് നമുക്കുള്ള സ്കോപ്പ് എന്താണ്, കുറവായിരിക്കും എന്നുള്ളതാണ്. അതായത് എന്തിന്, നിരസിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മളുടെ കൂടെ വരാനും തയ്യാറാവുന്നില്ല. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് റിസൾട്ട് ഇപ്പൊ ഉണ്ട് എന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യാം, ഈ ഒരു മേഖലയെ പഠിക്കാനായിട്ട് ശ്രമിക്കുക, നമ്മുടെ കമ്പനിയെ കുറിച്ച് പഠിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക. ഇന്ന് ലോകമെമ്പാടും ആണ് കമ്പനി മാറാൻ പോകുന്നത്. അതുകൊണ്ടാണ് എന്ത് വന്നിരിക്കുന്നത്, നമുക്ക് വേൾഡ് ഹെഡ്ക്വാർട്ടേഴ്സ് ഒക്കെ വന്നത് അതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്കൊരു കോർപ്പറേറ്റ് ഓഫീസ് മതിയായിരുന്നില്ല. വേൾഡ് ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുമ്പോൾ പല ലോക രാജ്യങ്ങളിലേക്കും ഇനി ഫിജി കാർഡ് എന്നുള്ള ഒരു അവസരം ഇപ്പൊ ഒരു ഇന്ത്യൻ സിറ്റിസണിനാണ് പറ്റുകയെന്നുണ്ടെങ്കിൽ അതിൽ മാറ്റം വരാനാണ് പോണത്. അപ്പൊ വലിയൊരു മാറ്റമാണ് വന്നിട്ടുള്ളത് അല്ലെ. കാരണം നമുക്കറിയാം അത്രയും ഒരു മഹത്തരമായിട്ടുള്ള ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ എത്തിയിരിക്കുക. അപ്പൊ നാലാളോട് പറഞ്ഞിട്ട് ആ 4 പേരല്ല നമ്മളുടെ ജീവിതം എന്ത് ചെയ്യേണ്ടത്, നിശ്ചയിക്കുന്നത്. ബോച്ചെ പറഞ്ഞ പോലെ ഫോളോ അപ്പ് ചെയ്യുക, നമ്മൾ നിരന്തരം. പിന്നെ ആർക്കാണ് കൊടുക്കേണ്ടത് എന്ന് നമ്മൾ നിശ്ചയിക്കുക. നമ്മൾ പ്ലാന് പഠിക്കണേക്കാളും അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ പഠിക്കണേക്കാളും നമുക്ക് മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമാവാൻ ഫിജി കാർഡ് കൊണ്ട് പറ്റുമോ എന്നുള്ള സാധ്യത അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. കാരണം ഇവിടെ ഒരാളുടെ ID കട്ടാവണില്ല, ഇത് പുതുക്കേണ്ടി വരുന്നില്ല, ആർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം, എപ്പോ വേണമെങ്കിലും കടന്നു വരാം. പക്ഷെ നമ്മളൊക്കെ ആവുമ്പോൾ നമുക്ക് അത്രയും നോളേജ് പഠിച്ച് മാറ്റങ്ങൾ, കാരണം കുറച്ച് മാസങ്ങൾ മുന്നോ ഒരു വർഷം മുന്നോ നിർത്തിയ ഒരു വ്യക്തി ഫിജി കാർഡിൽ വരുന്ന സമയത്ത് അന്നത്തെ പ്രൊഡക്റ്റുകളല്ല, ചേഞ്ചസ് വന്നിട്ടുണ്ട് അല്ലെ. SBക്ക് മാറ്റം വന്നിട്ടുണ്ട്, റേറ്റിന് മാറ്റം വന്നിട്ടുണ്ട്, ആപ്പിന് മാറ്റം വന്നിട്ടുണ്ട്, രജിസ്ട്രേഷന് മാറ്റം വന്നിട്ടുണ്ട്, പർച്ചേസിങ്ങിന് മാറ്റം വന്നിട്ടുണ്ട്, ഈ മേഖലയ്ക്ക് മാറ്റം വന്നിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഒരു മാറ്റം കടന്നൊരു വ്യക്തിക്ക് പഠിക്കാന്നുള്ളത് അവിടെ വിരളമായിട്ട് ബുദ്ധിമുട്ടാവുന്ന സമയത്ത് ഇവിടെ നിലനിന്ന് പോകണം നമുക്ക് ഓരോരുത്തർക്കും എന്താണ്, അതൊരു ഈസി ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. അപ്പൊ നമുക്കും സാധ്യമാവുന്ന പറയാം. ഏതൊരു സാഹചര്യം വന്നാലും 4 പേരല്ല 40 പേര് പറഞ്ഞാലും എന്ത് ചെയ്യാ, നമ്മൾ ചെയ്യേണ്ട കർത്തവ്യങ്ങൾ നമ്മൾ ചെയ്യുക, പഠിക്കാനായിട്ട് ശ്രമിക്കുക, തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് തിരുത്തപ്പെടാനായിട്ട് ശ്രമിക്കുക. ആ ഒരു രീതിയിലൊക്കെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഓരോരുത്തർക്കും ഇവിടെ വിജയിക്കാൻ കഴിയുന്നുള്ളത് ഉറപ്പാണ്. അത്രയും നല്ലൊരു മേഖലയിലാണ് നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പൊ 2030 എന്നുള്ള ഒരു വർഷം, ഈ ഒരു 4 വർഷം ആവുമ്പോൾ ഇവിടെ ഞാൻ ഉൾപ്പെടെയുള്ള ഓരോരുത്തർക്കും ഈ ഒരു NSTM എന്നുള്ളൊരു റാങ്ക് എന്ത് ചെയ്യും, തീർച്ചയായിട്ടും അച്ചീവ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അതിനൊക്കെ ആയിട്ട് മുന്നുള്ള ഒരു ട്രെയിനിങ്ങിലൊക്കെ പറഞ്ഞെന്ന പോലെ, നമുക്ക് ലീഡേഴ്സ് പറഞ്ഞെന്ന പോലെയൊക്കെ ആണെങ്കിലും നമ്മുടെ ഈഗോ ആണോ അല്ലെങ്കിൽ നമുക്ക് പേടിയാണോ എല്ലാം മാറ്റി വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എടുത്ത് വെച്ചുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, മുന്നോട്ട് വരാനായിട്ട് ശ്രമിക്കുമ്പോൾ നമുക്കും ഓരോരുത്തർക്കും എന്താണ് വലിയൊരു മാറ്റം
കാരണം ഒരാൾക്കും നമ്മുടെ പ്രായം ഈ ഒരു പ്രായത്തില് ഉള്ള മാറ്റം ഒരു ദിവസം കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ ഒരു മാസം കൊണ്ടോ നമുക്ക് മാറ്റാൻ പറ്റില്ല. പക്ഷെ 365 ദിവസം നമ്മൾ ചെറിയൊരു മാറ്റം അല്ലെങ്കിൽ ചെറിയൊരു കാര്യം നമ്മൾ ചെയ്തു തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതൊരു വലിയൊരു മാറ്റത്തിലേക്ക് എന്താണ് പോവാനുള്ള ഒരു സാധ്യതയുണ്ട്. അല്ലാതെ നമ്മളെ കൊണ്ടുവന്ന ഒരാള് ഒരു അല്ലെ ഒരു 20,000 രൂപയുടെ മുകളില് ഒരു വ്യക്തി ജോയിൻ ചെയ്താൽ കിട്ടുന്നത് എത്രയാണ്? 100 SB ആണെങ്കിൽ ആ ഒരു വ്യക്തിക്ക് ഒരു 1000 രൂപയാണ് ലഭിക്കാന്നുണ്ടെങ്കിൽ, പക്ഷെ ഈ വന്നൊരു വ്യക്തിക്ക് എന്താണ് അവിടെ കോടിക്കണക്കിന് രൂപ കിട്ടാനുള്ള സാധ്യതയും കൂടിയിട്ടാണ്. അപ്പൊ നമ്മള് ഒരുപാട് പേരിനെ ഹെൽപ്പ് ചെയ്തുകൊണ്ടല്ലേ, നമുക്കൊന്നും ഒരു കമ്പനി തുടങ്ങിയിട്ട് ഒരു പേർക്ക് ജോലി കൊടുക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷെ നമുക്കൊന്നും അറിയണ്ടല്ലോ, പ്രൊഡക്റ്റ് അറിയണ്ട, ആ സാധനങ്ങൾ എടുത്തത് കേട് വരുന്നുണ്ടോ, ഇനി അതിന് വാടക കൊടുക്കണം, ഇനി എത്ര രൂപ വാടക കൊടുക്കണം, ഇല്ലെങ്കിൽ ഇനിയിപ്പൊ അതിന്റെ കാര്യങ്ങൾ കണക്ക് നോക്കല്, കൂട്ടല് കിഴിക്കല് ഒന്നും വേണ്ടല്ലോ. നമുക്ക് ഈ ഒരു അവസരത്തിന് എന്താണ്, ഒരു മഹത്തരമായിട്ടുള്ള ഒരു അവസരത്തിന് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ ആ ഒരു ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, ആളെ ചേർത്തുകയോ അല്ലെങ്കിൽ ആരെയും പെടുത്തുകയോ അല്ല എന്ന് ചിന്തിക്കുക. കാരണം നമ്മൾ അവർക്ക് എന്താണ്, അവർക്ക് മാത്രല്ല അല്ലെ, അവരുടെ കുടുംബത്തിനും കൂടിയിട്ട് എന്താവണം, ജീവിത നിലവാരം മാറ്റം വരുമ്പോ ദൈവത്തിന്റെ മുന്നിൽ നമ്മൾ ചെയ്യുന്നത് എന്താണ്, വലിയൊരു അനുഗ്രഹീതമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ ചിലവര് പറഞ്ഞപ്പോ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോ എന്താണ്, അവർക്ക് ഇപ്പൊ വരേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ടാവില്ല. അതേപോലെ തന്നെ നമ്മളും ചിന്തിക്കാൻ, നമ്മൾ പറഞ്ഞ സമയത്ത് വന്ന ഒരാളാണോ? ഞാനും അല്ല. ഞാനും ഒരു 6-7 മാസത്തിൽ കൂടുതലാണ് രമ്യ മാം ഈ ഒരു അവസരം പറഞ്ഞപ്പോ ഇത് വേണ്ട എന്ന് പറഞ്ഞിട്ട് നിരസിച്ചത്. കാരണം പിന്നെ എനിക്ക് പറയുമ്പോ എന്റെ ജീവിത സാഹചര്യം പറയുമ്പോൾ നമുക്ക് അത്രയും എന്താവാണ്, മോശമാകുമ്പോ കേറി നോക്കാം, കേറി നോക്കിയിട്ട് വിജയിക്കുകയാണെങ്കിൽ, സാധ്യമാവുകയാണെങ്കിൽ ചിന്തിച്ചു. അതേപോലെ ഇപ്പൊ വേണ്ട എന്ന് പറഞ്ഞവർക്ക് എന്നും വേണ്ട, ഒരിക്കലും വേണ്ട എന്നുള്ളതല്ല അർത്ഥം, ആ ഒരു സമയത്ത് വേണ്ട എന്നുള്ളതാണ്. അപ്പൊ അതിന് എന്താണ് കാര്യങ്ങളൊക്കെ നമ്മൾ അന്വേഷിക്കുക. അതേപോലെ തന്നെ കൂടുതൽ പേരിലേക്ക് എത്തിക്കാനും നമ്മളെ തന്നെ വിശ്വസിക്കുക, നമ്മൾ എന്ത് ചെയ്യുക, വിഷ്വലൈസ് ചെയ്യുക, കാണുക, നമ്മളൊരു NSTM എന്നുള്ള റാങ്കിൽ എത്തുന്നതും നമ്മൾ വലിയ നിലവാരത്തിൽ നമ്മുടെ ജീവിതം മാറുന്നതൊക്കെ നമ്മൾ കാണുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ഓരോരുത്തർക്ക് എന്താണ് സാധ്യമാവും, കഴിവുകളൊക്കെ നമുക്ക് അത് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് അത് അറിയാൻ പറ്റുള്ളൂ. ഓരോ വ്യക്തികൾ എന്താണ് കഴിവുള്ള വ്യക്തികളാണ്. അപ്പൊ ഞാൻ ചിന്തിച്ച ഒരു കാര്യം എന്താന്ന് പറയുമ്പോൾ, ആദ്യത്തെ ഒരു സെഷൻ എടുക്കാൻ ഒരു 5 മിനിറ്റില് ഞാൻ പേടിച്ച പേടി ചില്ലറയല്ല. എനിക്ക് അത്രയും എന്താണ് പേടിയായിരുന്നു, ടെൻഷനായിരുന്നു, കൈയും കാലും വിറയ്ക്കുക, പനി വരുന്ന പോലെ സാഹചര്യം പോലെ ഉണ്ടായിരുന്നു. എങ്കില് ഇപ്പൊ നിങ്ങൾക്ക് മുന്നിൽ ഒരു സ്ലൈഡ് ഞാൻ അവതരിപ്പിച്ചെന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം എടുത്തിട്ട് ചെയ്ത ഒരു കാര്യമല്ല. അപ്പൊ അവിടുന്ന് ഇങ്ങനെയൊക്കെ ഒരു കഴിവ് എനിക്കുണ്ടോ ചോദിച്ചാൽ ഇതൊരു വലിയൊരു കാര്യമാണ് എന്നല്ല കേട്ടോ പറയുന്നത്. പക്ഷെ ഞാനൊരു എന്താ പറയാ, സാധാരണ ഒരു വീട്ടമ്മ, മക്കളെയും നോക്കി, സാധാരണ വീട്ടമ്മ എന്ന് പറയാൻ പറ്റില്ല, കാരണം എന്നും ഒരു വരുമാനം ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ജീവിതത്തിൽ ബുദ്ധിമുട്ടി എഫേർട്ട് എടുക്കണ, അല്ലെങ്കിൽ ഫോൺ ഒട്ടും ഇഷ്ടമല്ലാത്ത, ഫോണില് ഒരാളോട് സംസാരിക്കുക, ഫോണിൽ ഒരു ഫോട്ടോ എടുക്കുക, വീഡിയോ കോൾ വിളിക്കുക, ഫോൺ പിടിച്ച് നിൽക്കുക, സ്റ്റാറ്റസ് ഇടുക, ചാറ്റിങ് നോക്കുക, ഇത് പറഞ്ഞൊരു കാര്യം എന്താന്ന് എനിക്കറിയില്ല. എനിക്ക് ജന്മം ചെയ്ത എനിക്ക് ഇഷ്ടമേ ഇല്ല. ഇനി അത്യാവശ്യം ഇനി ആരെയും വിളിക്കോ കാര്യങ്ങളോ എന്ന് പറഞ്ഞിട്ട് ഒരു കീപാഡ് ഫോണോ അല്ലെങ്കിൽ സെക്കൻഡ് ഹാൻഡ് ഫോണോ അല്ലെങ്കിൽ വല്ലപ്പോഴും റീചാർജ് ഇട്ട് ഉണ്ടായിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്നും ഇത്രയൊക്കെ എനിക്ക് പഠിക്കാനും ചെയ്യാനും പ്രവർത്തിക്കാനും പഠിപ്പിക്കാനും കഴിയണു എന്നുണ്ടെങ്കിൽ ഒരു ഫിജി കാർഡ് എന്നുള്ളൊരു അവസരത്തിലേക്ക് വന്നത് കൊണ്ടാണ്. അപ്പൊ നമ്മളുടെ ഈ ഒരു ജോലിക്ക് മാത്രമല്ല, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ട് നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും അല്ലെ, നമുക്ക് എന്തൊരു കാര്യങ്ങൾക്ക് എന്താണ് അതൊരു ഹെൽപ്ഫുൾ ആണ് എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് നോളേജ്, വിവരങ്ങൾ ആർജിക്കാനായിട്ട് കഴിയുന്നുണ്ട്. അതേപോലെ തന്നെ സ്വപ്നങ്ങൾ, ആഗ്രഹങ്ങൾ, നമ്മൾ ജീവിതത്തിൽ അത്രയും പേര് കുറ്റം പറഞ്ഞിട്ടുണ്ട്, പരിഹസിച്ചിട്ടുണ്ട്, പുച്ഛിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ഓരോ വാക്കുകളും പലവർക്കും മോട്ടിവേറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ എന്താണ് അത്രയും അനുഭവിച്ച് വന്ന വഴികളെ പറഞ്ഞപ്പോഴാണ്, അത് ആരുടെയൊക്കെ ജീവിതത്തിൽ ഉൾക്കൊള്ളത് കൊണ്ടാണ് അതൊരു മോട്ടിവേഷൻ ഒക്കെ ആയിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പൊ അംഗീകരിക്കപ്പെടാത്ത സ്ഥലത്ത് നിന്ന് ഇപ്പൊ സുമതി മാം എന്നെ ഇൻവൈറ്റ് ചെയ്ത പോലെ വലിയൊരു കാര്യമായിട്ടാണ് കാരണം എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം എന്നെ നല്ലത് പറയാനോ അല്ലെങ്കിൽ എന്നെ അംഗീകരിക്കാനോ എന്നെ എന്താ പറയാ ഒരു എന്താ പറയാ ഏറ്റെടുക്കാനോ എന്തുകൊണ്ടാണെന്നറിയില്ല, ആരും ഇല്ലാത്ത സമയത്ത് ഫിജി കാർഡ് എന്നുള്ള ഒരു അവസരത്തിൽ കൂടാണ് മാത്രമാണ് ഇത് സാധ്യമായിട്ടുള്ളത്. അപ്പൊ അതേപോലെ തന്നെ ഓരോരുത്തരും മുന്നോട്ട് വരിക. നമ്മൾ ഇന്ന് ചെയ്യുന്നതിന് എല്ലാ എഫേർട്ടുകളുടെയും റിസൾട്ട് നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും. തെറ്റുകൾ ഉണ്ടെങ്കിൽ തിരുത്തുക, മുന്നോട്ട് വരാനായിട്ട് ഓരോരുത്തരും ശ്രമിക്കുമ്പോൾ വിജയം എന്നുള്ളത് സാധ്യമാവും എന്നുള്ളത് ഷുവറാണ്. അപ്പൊ ഇന്നടുത്തുള്ള ഒരു കാര്യങ്ങൾ കൊണ്ട് ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും അല്ലെ മനസ്സിൽ ഒരു മാറ്റം വന്നു അല്ലെങ്കിൽ ഒരു മേഖലയെ കുറിച്ച് മനസ്സിലായി എന്നുണ്ടെങ്കിൽ
ഒരുപാട് സന്തോഷം. അപ്പോ വലിയ വലിയ വിജയങ്ങളൊക്കെ ആയിട്ട് ടീം എസ്ട്രയിലുള്ള ഓരോരുത്തർക്കും മാറാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് തന്നെ പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. നല്ലൊരു ദിവസം കൂടി ആശംസിക്കുന്നു. താങ്ക് യു സുമതി മാം. വണ്ടർഫുൾ MC മാം, വണ്ടർഫുൾ MC, വണ്ടർഫുൾ സെഷൻ. സോറി, സൂപ്പർ. മാം പറഞ്ഞ കാര്യങ്ങള് കുറച്ചൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അത് സൂപ്പർ സെഷൻ ആയിരുന്നു. പിന്നെ ആദ്യത്തെ കാര്യം, നമ്മള്